അങ്ങനെ ടി.ജി. മോഹൻദാസിന് ജാമ്യം കിട്ടി. ഏറെക്കുറെ വരച്ചുണ്ടാക്കിയ തിരക്കഥ പോലെയാണ് ഇതിൻ്റെ അവസാനവും ആദ്യവും ഉണ്ടായത് എന്നുള്ളത് വളരെ കൃത്യമാണ് എന്ന് അഭിപ്രായങ്ങൾ എതിർ പാർട്ടിക്കാരാണെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സ്വമേധയാ കേസെടുക്കാൻ പോലീസിന് സാധിക്കും. പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് സംസാരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി കേസെടുക്കുന്ന പ്രവണതയിൽ നിന്ന് കേരളത്തിൻ്റെ പോലീസ് മാറി നിൽക്കൽ നിർബന്ധമാണ്. പ്രതി ആരാണ് എന്നുള്ളതല്ല വിഷയം, തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാനം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണ് നിലവിലെ സാഹചര്യത്തിൽ. ജന്തർ മന്ദിറിൽ നടത്തിയിരിക്കുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നത്. അതിൽ വളരെ മോശപ്പെട്ട പ്രയോഗങ്ങളാണ് നടത്തിയത്. അവിടെ സമരം ചെയ്തിരിക്കുന്ന പെൺകുട്ടികൾ ബലാത്കാരം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം സ്വമേധയാ കേസെടുത്തുകൊണ്ട് ജയിലിൽ അടക്കാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. പരാതിക്കാരെ പോലും ആവശ്യമില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് അബ്ദുൽ കാസിം എന്ന ആളുടെ മുഖാന്തരമാണ് പരാതി കോടതിയിൽ എത്തുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെയല്ല, റിമാൻഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള രേഖകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ സമരത്തിൽ പങ്കെടുത്തവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന വകുപ്പൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 95/2026 നമ്പർ പ്രകാരം തിരുവനന്തപുരം സൈബർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. പരാതി കിട്ടി 11 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നു. ജാമ്യത്തിന് ഇളവ് നൽകുന്ന രീതി, അതായത് ജാമ്യത്തിലേക്ക് പ്രവേശിക്കാൻ പ്രതിയുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രതിയുടെ വക്കീലിന് സാധിക്കുന്ന വിധത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ. ആദ്യം അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ്. നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകണമെന്ന് അറിയാത്തവരല്ല കേരള പോലീസ്, നൽകാതിരുന്നതാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇത്തരം സമാനമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുക എന്ന ഗുരുതരമാണ്. മറ്റൊരു സമുദായ നേതാക്കന്മാരുടെ ഭാഗത്താണ് ഉള്ളതെങ്കിൽ ഇപ്പോഴും ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പാണ്, നമുക്കത് അറിയാവുന്നതുമാണ്. മുഹ്സിന ലുക്മാൻ എന്ന് പറയുന്ന ആൾ പരാതി നൽകിയിട്ട് ഒരു പെൺകുട്ടിയാണ്. 27/7/2026 തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഈ പരാതി സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് കാണുന്നു. ക്രിമിനൽ കേസിൽ പരാതി നൽകുന്നവർ നേരിട്ട് ബാധിക്കുന്നവർ തന്നെ പരാതി നൽകണമെന്നില്ല എന്ന വകുപ്പുണ്ട്. അതായത് അനുഭവിക്കുന്ന ആളുകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. സാമൂഹ്യ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും വർഗീയ കലാപത്തിനാവുവാനും ചെയ്യും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സാധാരണക്കാരായിരിക്കുന്ന ഒരു രാജ്യത്തിലെ പൗരന് പരാതി നൽകാൻ നമ്മുടെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരാതി നൽകിയത് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാധ്യമ മീഡിയകൾ കൊണ്ടാഘോഷിക്കാൻ മാത്രം ടി.ജി. മോഹൻദാസിന് അവസരം നൽകി എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇയാൾ ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നല്ല വർഗീയ വിദ്വേഷ ഈ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ അതിനാനുപാതികമായ രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരോ മറ്റുള്ളവരോ RSSൻ്റെ നേതാക്കന്മാരോ മറ്റുള്ളവരോ പറയാൻ പേടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ താല്പര്യം കാണിക്കാത്ത അത്തരം സംഭവങ്ങൾ വേണ്ട എന്ന് ഈ മനസ്സിലാക്കുന്ന ആളുകളെ പോലെയല്ല ഇദ്ദേഹം. അതിൽ കൂടി ഒരു പടി കടന്നുകൊണ്ടാണ് മോഹൻദാസിൻ്റെ എല്ലാ വീഡിയോകളും. അത് ശ്രദ്ധിച്ചാൽ എപ്പോഴും അത് മുസ്ലിം ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ട് സ്പർശിച്ച് സംസാരിച്ച് ബന്ധപ്പെടുത്തി അങ്ങനെ പോകും. ഇറാൻ്റെ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അങ്ങനെ ഒരു ടച്ചാണ് ഉണ്ടാകുന്നത്. ഇറാൻ്റെ വിഷയത്തിൽ ഈ മുസ്ലിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇറാൻ്റെ വശത്താണോ? അല്ലല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട്. മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും സ്പർശിക്കുന്നത് ഇറാൻ ഇല്ലാതാവണം, നശിക്കണം, നാശങ്ങൾ ഉണ്ടാവണം, അങ്ങനെ പറഞ്ഞു കൊണ്ടേ തുടങ്ങുന്നു. രാഷ്ട്രീയമായിരിക്കുന്ന സംഭവങ്ങളും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരാൾ രാജ്യത്തിൻ്റെ അകത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ എന്താ പോലീസിന് ഇത്ര പ്രയാസം? അവിടെയാണ് അതിൻ്റെ വിഷയങ്ങൾ വരുന്നത്. അത് വലതുപക്ഷമല്ല ഇടതുപക്ഷമല്ല, അങ്ങനെ ആ സമയത്ത് പിന്നെ വിഷയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് പറയുക, ഈ വളർന്നു വരുന്ന തലമുറ ഇദ്ദേഹത്തെയൊക്കെ നോക്കി കണ്ടുകൊണ്ടാണ്
ഇത്തരം പ്രവർത്തികൾ ചെയ്യുക. ഇതൊക്കെ അനിവാര്യമാണ്, സമൂഹത്തിനാണ്. ഇതും കൂടി ചേരുന്ന സമയത്താണ് സമൂഹം ഉണ്ടാകുന്നത്. ഇതിൻ്റെയും കൂടി പ്ലസ് പോയിൻ്റാണ് രാജ്യം എന്ന് ചിന്തിക്കും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ നിരന്തരമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വ്യതിചലിക്കാൻ വേറൊന്നും വേണ്ട, ഇത് ധാരാളം മതി. ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് നിയമപാലകർ അത് സസൂക്ഷ്മം മറ്റുള്ള പല കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധാ കേസെടുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പോലീസ് കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വമേധാ കേസെടുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റ് പല മേഖലയും പ്രവർത്തിക്കുന്ന മജിസ്ട്രേറ്റുമാർ പോലും സ്വമേധാ കേസെടുക്കുന്ന രീതികളൊക്കെ പല തരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ പല രീതിയിലും പല രൂപത്തിലും ഈ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്.